വിശുദ്ധ പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ലയോ 14 പാപ്പ വിളിച്ചു കൂട്ടിയ ആദ്യ അസാധാരണ കൺസിസ്റ്ററി അവസാനിച്ചിരിക്കുകയാണ്. ജനുവരി 7, 8 തീയതികളിലായി നടന്ന കൺസിസ്റ്ററി സഭയുടെ പ്രഥമ ദൗത്യമായ സുവിശേഷ പ്രഘോഷണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകത അടിവര ഇടുന്നതായിരുന്നു. അടുത്ത കൺസിസ്റ്ററി വിശുദ്ധ പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാളിനോടനുബന്ധിച്ച് ജൂൺ മാസത്തിൽ ഉണ്ടാകുമെന്നും ഇനി മുതൽ എല്ലാ വർഷവും കൺസിസ്റ്ററി വിളിച്ചുകൂട്ടുമെന്നും ലയോ 14 പാപ്പ അറിയിക്കുകയുണ്ടായി. കൺസിസ്റ്ററിയുടെ കൂടുതൽ വിവരങ്ങളുമായി വത്തിക്കാനിൽ നിന്നും സിസ്റ്റർ റൂബിണി CTC നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ സിസ്റ്റർ, നമുക്ക് എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? പലപ്പോഴും ഇതൊരു എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ ആളുകൾ സംസാരിക്കാറുണ്ട് ഇങ്ങനെ ഒരു അസാധാരണ കൺസിസ്റ്ററി വിളിച്ചു കൂട്ടുമ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? കൺസിസ്റ്ററി എന്ന് പറയുന്നതിന്റെ അർത്ഥം, ഈ കൺസിസ്റ്ററി വിളിച്ചു കൂട്ടിയപ്പോ തന്നെ ലയോ പാപ്പ ജനങ്ങൾക്കും സഭാ മക്കൾക്കും എല്ലാവർക്കും പറഞ്ഞു കൊടുത്തായിരുന്നു. അപ്പൊ അതിന്റെ ലാറ്റിൻ പദമായ കോൺസിസ്തോറും, അതായത് സഭാ സമ്മേളനം, കൺസിസ്റ്ററി എന്ന ക്രിയയിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റിൽ, അതായത് നിശ്ചലമായി നിൽക്കുക, താൽക്കാലികമായി നിശ്ചലമാക്കുക എന്നാണ്. അതിന്റെ അർത്ഥം ഇപ്പൊ കർദിനാൾമാരെല്ലാവരും സഭയുടെ പല പ്രവർത്തനങ്ങളിൽ പല പ്രേക്ഷിത മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പൊ കുറച്ചു നേരത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു നാളുകൾക്ക് വേണ്ടി സഭയെ ഒരുമിച്ചിരുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ചിരുന്ന് കാണാനും കേൾക്കാനും ഫേസ് ടു ഫേസ് ഡയലോഗ് നടത്താനും അതുപോലെ സഭയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരുമിച്ച് കൂടി ഒരു സമ്മേളനം നടത്തുന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ഈ ജനുവരി 7, 8 തീയതികളിൽ നടന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആദ്യമായിട്ടാണ് ലയോ പാപ്പ ഈ അസാധാരണ കൺസിസ്റ്ററി വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ ഇതില് വോട്ടവകാശമുള്ളവരും ഇല്ലാത്തവരുമായ 170ഓളം കർദിനാൾമാര് പങ്കെടുത്തു. 4 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആദ്യം അവർ തിരഞ്ഞെടുത്തത്. ഒന്ന് സിനഡാലിറ്റി, രണ്ടാമത്തത് സഭയുടെ മിഷൻ ഓഫ് ദ ചർച്ച്, മൂന്നാമത്തത് ഫ്രാൻസിസ് പാപ്പ നവീകരിച്ച റോമൻ, അതായത് കൂരിയയുടെ, നമ്മുടെ സഭയുടെ കൂരിയയുടെ പ്രതിക്കാത്ത ഇവഞ്ചലിയും ഭരണഘടന സംബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും, നാലാമത്തത് ഈ അങ്ങനെ 3 കാര്യങ്ങളും, നാലാമത്തത് കൂടുതൽ സഭയുടെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തെ കുറിച്ചുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംബന്ധിച്ചെടുത്തെങ്കിലും സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് 2 കാര്യങ്ങൾ, അതായത് ഫ്രാൻസിസ് പാപ്പയുടെ ഇവഞ്ചേലി ഗൗഡിയം എന്ന അപ്പോസ്തലിക പ്രബോധനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സിനഡാലിറ്റി അതിനെ കുറിച്ചും അതുപോലെ സഭയുടെ മിഷനെ കുറിച്ചാണ് ഇത് രണ്ടും ഈ വിഷയങ്ങളെ കുറിച്ചാണ് ഇവർ ഈ കൺസിസ്റ്ററിയിൽ ചർച്ച ചെയ്തത്. അപ്പൊ അതിൽ ലയോ പാപ്പ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് കർദിനാൾമാരെ അഭിസംബോധന ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത്, നിങ്ങൾ അജണ്ടകൾ പ്രചരിപ്പിക്കുന്ന ഒരു വിദഗ്ധരല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു സമൂഹമായിട്ടാണ് നിങ്ങൾ വിശ്വാസത്തിന്റെ സമൂഹമാണ് എന്നാണ് കർദിനാൾമാരോട് പാപ്പ പറഞ്ഞത്. അപ്പൊ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫ്രാൻസിസ് പാപ്പ തുടങ്ങി വെച്ച സിനഡാലിറ്റി, അദ്ദേഹത്തിന്റെ അപ്പോസ്തലിക പ്രബോധനം, അതിന്റെ വെളിച്ചത്തിലാണ് ഈ കൺസിസ്റ്ററി നടന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഫ്രാൻസിസ് പാപ്പ ലയോ പാപ്പ പറഞ്ഞത്, സഭയല്ല ക്രിസ്തുവാണ് നമ്മെ വിളിക്കുന്നത്. അപ്പൊ തന്നിലേക്ക് നമ്മെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്നത്, ദൈവത്തിലേക്ക് ആകർഷിക്കുന്നത് ക്രിസ്തുവാണ്. അപ്പൊ ഏതെങ്കിലും ഒരു സഭാ സമൂഹം നമുക്ക് ആകർഷണീയമായിട്ട് തോന്നുന്നുവെങ്കിൽ അതിന് കാരണം രക്ഷകനായ യേശുവിന്റെ, ദൈവത്തിന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ജീവരക്തവും സ്നേഹവും ഒഴുകാനുള്ള നീർച്ചാലായി അത് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിലൂടെ പാപ്പ പറഞ്ഞു വരുന്നത് സഭയുടെ വിശുദ്ധിയും സഭയ്ക്ക് നാം കൊടുക്കുന്ന പ്രത്യേകതയും പ്രാധാന്യത്തെ കുറിച്ചൊക്കെ പാപ്പ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിച്ച ദിവ്യബലിക്ക് പാപ്പ നേതൃത്വം കൊടുത്തപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു. അജണ്ടകൾ പ്രചരിപ്പിക്കരുത്, അതുപോലെ ഇതിനു മുമ്പ് ഈ കർദിനാൾമാർക്ക് നമ്മൾ കുറച്ച് അവർ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ് ആണ് ആദ്യം കൊണ്ടുവന്നത്. അതുകൊണ്ട് പാപ്പ അത് എടുത്തു പറഞ്ഞു, അജണ്ടകളുമായിട്ടൊന്നും അല്ല വരേണ്ടത്, നമ്മൾ വിശ്വാസത്തിന്റെ സമൂഹമായിട്ട് ചേർന്ന് സഭയ്ക്ക് പ്രചോദനമേകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞു. അതുപോലെ പാപ്പ പറഞ്ഞു, ഇപ്പൊ 2 ദിവസം
ദിവസമാണല്ലോ നീണ്ടു നിന്നത്. ഇനി ചിലപ്പോൾ വർഷത്തിൽ ഈ ഒരുപാട് കൺസിസ്റ്ററികൾ ഉണ്ടാകും. അതിന് 2-3 ദിവസം നീണ്ട അല്ലെങ്കിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന കൺസിസ്റ്ററിയിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അതുപോലെ ഇതിന്റെ അവസാനത്ത് 2028 ഒക്ടോബർ മാസം പൊതുസമ്മേളനം, സഭയുടെ പൊതുസമ്മേളനം കൂടി നടക്കുമെന്ന് പാപ്പ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കൺസിസ്റ്ററിയില് കൂടുതലും ഫ്രാൻസിസ് പാപ്പയുടെ ഇവഞ്ചേലി ഗൗഡിയം എന്ന അപ്പോസ്തലിക പ്രബോധനത്തെ ആധാരമാക്കിയിട്ടാണ് സഭയുടെ ദൗത്യത്തെക്കുറിച്ചും മിഷൻ ഓഫ് ദ ചേർച്ചിനെ കുറിച്ചും സിനഡാലിറ്റിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടന്നത്. പിന്നെ എല്ലാവരും ജീവിതത്തിന്റെ ഉറവിടവും അതിന്റെ ഉച്ചസ്ഥിതിയുമെന്ന് പാപ്പ വിശേഷിപ്പിച്ച ലിറ്റർജിനെ കുറിച്ച് നടത്താൻ ഉണ്ടായിരുന്നു. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട് അത് മാറ്റിവെച്ചതാണ്. പക്ഷെ അത് വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരും എന്നുള്ള അത് പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ അത് അതായത് ഉപേക്ഷിച്ചിട്ടില്ല. ആ ചർച്ചയെ കുറിച്ച് പിന്നീട് കൂടുതൽ അതിനെ കുറിച്ച് സംസാരിക്കുമെന്നാണ് പാപ്പ പറഞ്ഞത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പാപ്പ പറഞ്ഞ കാര്യം, ഈ കൊളേജോ അല്ലെങ്കിൽ ഈ കർദിനാൾമാരുടെ തിരുസംഘം എന്ന് പറയുന്നത്, കർദിനാൾ സംഘം എന്ന് പറയുന്നത് ഒരുപാട് കഴിവുകളുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധേയമായ ദൈവദാനങ്ങൾ കൊണ്ട് അവർ സമ്പന്നരാണ്. അതിന്റെ പ്രധാന വിളി വിദഗ്ധരുടെ ഒരു സംഘമായി മാറുക എന്നതല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു സമൂഹമായി നിലകൊള്ളുക എന്നതാണെന്ന് വീണ്ടും പാപ്പ ആവർത്തിച്ച് പറഞ്ഞു. അപ്പൊ ഇതിങ്ങനെ സൂചിപ്പിക്കാൻ, ഇതിന്റെ ഇത്രയും പ്രത്യേകത പാപ്പ എടുത്തു പറയാൻ കാരണം, കർദിനാൾമാര് സഭയ്ക്ക് വേണ്ടി അർപ്പിക്കുന്ന സേവനത്തെക്കുറിച്ചും പത്രോസിന്റെ പിൻഗാമി എന്ന നിലയിൽ ലയോ പാപ്പയോട് അവർ കാണിക്കുന്ന തുറവും ഒരു ഒത്തൊരുമ, കൊളാബറേഷൻ, അതെല്ലാം പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സഭയുടെ ഐക്യമാണ് എപ്പോഴും പ്രധാനപ്പെട്ടത്, സഭയുടെ മിഷനും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത് രണ്ടും ഒത്തുപോകാനായിട്ട് നവീകരണത്തിന്റെ ഒരു പാതയിലൂടെയാണ് ഓരോ കൺസിസ്റ്ററുകളും നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ലിയോ പാപ്പ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കൺസിസ്റ്ററി വിളിച്ചു കൂട്ടിയത്. അതിൽ 170ഓളം കർദിനാൾമാർ പങ്കുകൊണ്ടതും. വളരെ നന്ദി സിസ്റ്റർ, ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. സിസ്റ്റർ രൂപിണി വത്തിക്കാനിൽ നിന്നാണ് നമ്മളുമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചർച്ചകൾ നടത്തിയത്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം പങ്കുചേർന്നു.